നമസ്കാരം. ഇന്നത്തെ വിഷയം നാം മലയാളികൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തെറ്റായി പ്രയോഗിക്കുന്ന രണ്ട് മലയാളം വാക്കുകൾ ആണ്. അതിൽ ഒന്നാമത്തേത് ഭയങ്കരം എന്നതാണ്. നമ്മൾ ആൾക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് ഓ ഇന്നലത്തെ സഞ്ജു സാംസന്റെ കളി ഒരു ഭയങ്കരം തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ ആ യേശുദാസിന്റെ പാട്ട് ഭയങ്കരം തന്നെ, ഇനി അല്ലെങ്കിൽ മണിച്ചിത്രത്താഴിലെ ശോഭനയുടെ ഡാൻസ് ഭയങ്കര ഡാൻസ് അല്ലേ. ഇങ്ങനെ ഭയങ്കരം എന്നുള്ള വാക്ക് എന്താണ്? ഭയങ്കരത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഭയത്തെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഭയത്തെ കൂട്ടുന്നത് എന്നുള്ളതാണ്. നാം ഇത് ഉപയോഗിക്കുന്നത് അപാരമായ അല്ലെങ്കിൽ വളരെ ഇങ്ങനെ ഒരു ഉയർന്ന ഡിഗ്രി സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് നാം ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. അപാര പാട്ട്, അപാര കളി, വളരെ നല്ല ഡാൻസ്, ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വളരെ എന്നുള്ളതിന് പകരം അപാരം എന്നുള്ളതിന് പകരം ഭയങ്കരം എന്ന് പറയുന്നു. ഇനി ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്: ഭയങ്കരം, ഭയമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഭയത്തെ കൂട്ടുന്നത്. ഇതുപോലെ തന്നെ വളരെ തെറ്റായിട്ട് പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് അസാധ്യം. ഈ പറഞ്ഞതുപോലെ തന്നെ 2020 വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ അസാധ്യമായി കളിച്ചു. അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് നമ്മളൊരു ഗാനമേള കാണാൻ പോയി, അവിടെ വന്ന പാട്ടുകാർ അസാധ്യമായി പാടി. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ പ്രയോഗിക്കേണ്ടത്? അസാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സാധിക്കാൻ പറ്റാത്തതും, അതായത് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അസാധ്യം എന്ന് പറയേണ്ടത്. അസാധാരണം അല്ലെങ്കിൽ അനിതര സാധാരണം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾക്ക് പകരമാണ് പലരും ഈ അസാധ്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇനിയെങ്കിലും അസാധ്യം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യം ഓർക്കുക. ഈ രണ്ട് ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കുക. ലൈക്കൊക്കെ വളരെ കമ്മിയാണ്, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവ് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.